പലസ്തീനിലെ ഇസ്രായേൽ ബോംബിട്ടിട്ട് തകർന്നു വീണ വീടുകൾക്കടിയിൽ നിന്ന് ഈ ഒരു കത്ത് കിട്ടുകയാണ്. ഈ കത്തിൽ എന്താ എഴുതിയിട്ടുള്ള അറിയോ നിങ്ങൾക്ക്? എൻ്റെ പേര് ഹയ എന്നാണ്. ഈ എഴുതുന്നത് എൻ്റെ വിൽപത്രമാണ്. ആരാ വിൽപത്രം എഴുതല്? സാധാരണ 60-70 വയസ്സൊക്കെ ആയി അല്ലേ, നമ്മളൊരു മരണത്തിന്റെ അടുത്തെത്തി എന്ന് തോന്നുന്നൊരു സമയത്താണ് വിൽപത്രം എഴുതുക. നിങ്ങളുടെ പ്രായത്തിന്റെ പകുതിയുള്ള ഒരു കുട്ടി വിൽപത്രം എഴുതുകയാണ്. എന്താണ് ആ വിൽപത്രത്തിൽ ഹയ എഴുതിയത്? ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 80 ശക്കൽ പണമുണ്ട്. ആ 80 ശക്കലിന് 45 എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം, 5 എൻ്റെ വല്യമ്മാക്ക് കൊടുക്കണം, 5 എൻ്റെ അമ്മായിക്ക് കൊടുക്കണം. എൻ്റെ കളിപ്പാട്ടങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി സൈനക്ക് നൽകണം. എൻ്റെ വസ്ത്രങ്ങൾ എൻ്റെ കസിൻസിന് നൽകണം. ഞാൻ മരണപ്പെട്ട ശേഷം ഈ ബോംബ് വർഷിക്കപ്പെട്ട വീടുകളുടെ ഇടയിൽ നിന്ന് എൻ്റെ ഷൂസ് കിട്ടുകയാണെങ്കിൽ ആ ഷൂസ് ക്ലീൻ ആക്കി അതിലെ രക്തം കളഞ്ഞ് അതിലെ പൊടിയൊക്കെ ഒഴിവാക്കിയിട്ട് അത് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകണം. ഈ ഒരു കഥ, ഈ ഒരു കരിയർ സെഷന്റെ കഥയല്ല, നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും സ്കൂളുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ സ്കൂളുകളിൽ നിങ്ങളുടെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോംബ് ആ ക്ലാസ് റൂമിന്റെ മേലെ വർഷിക്കും എന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ അമ്നിലാണ്, നമ്മൾ സുരക്ഷിതത്വത്തിലാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ലാത്ത ഒരുപാട് കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്നവരുണ്ട് അല്ലെ? അപ്പൊ അവിടെ എന്തിനാ ഈ കഥ, എന്തിനാണ് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത്? നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആവണം. നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയി ഈ ലോകത്തുള്ള നമ്മുടെ റോളുകളെ കുറിച്ച് ആലോചിക്കണം. നിങ്ങൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളിൽ പല കഴിവുകളുള്ള ആളുകൾ ഉണ്ടാവും. നിങ്ങളിൽ നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ടാവാം, നന്നായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവാം, നന്നായിട്ട് മാത്സ് അറിയുന്ന, സയൻസ് അറിയുന്ന, സോഷ്യൽ അറിയുന്ന ആൾക്കാരുണ്ടാവാം, നന്നായി വായിക്കുന്ന ആളുകൾ ഉണ്ടാവാം, പല രീതിയിലുള്ള കഴിവുകളുള്ള ആളുകൾ ഉണ്ടാവാം. എന്നാൽ ആ കഴിവുകൾ റിയലൈസ് ചെയ്യാതെ കേവലം ചില കാര്യങ്ങളിൽ മാത്രം അഡിക്റ്റഡ് ആയി പോകുന്നുണ്ടോ നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതാണ്. നെറ്റ്ഫ്ലിക്സിൽ തീർക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ തീർക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഏതെങ്കിലും ഗെയിമുകളിൽ തീർക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? അല്ല എന്നാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലുള്ള ഹയമാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.